എൻ്റെ സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻവേർഷൻ ആൻഡ് പമ്പിംഗ് ത്രെഷോൾഡ് കണ്ടീഷൻസ് ആണ്. അതിലേക്ക് വരുന്നതിന് മുമ്പേ എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നും അതുപോലെ പമ്പിംഗ് എന്താണെന്നും നമുക്ക് നോക്കാം. അറിയാം, ലേസറിൽ നടക്കുന്ന മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുമ്പോഴേക്കും സ്റ്റിമുലേറ്റഡ് ഫോട്ടോൺസിൻ്റെ പ്രസൻസിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലായ അപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടത്തുന്നു. ഇങ്ങനെ ട്രാൻസിഷൻസ് വഴി ലൈറ്റ് എമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. നോക്കാം. ഇൻ ഓർഡർ ടു ആംപ്ലിഫൈ എ ബീം ഓഫ് ലൈറ്റ് ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ വി മസ്റ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദിസ് പ്രോസസ്സ്. അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻസ് വഴി നമുക്ക് കിട്ടുന്ന ഈ ഒരു ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ റേറ്റ് കൂട്ടിയാൽ മതി. To achieve this, we must increase both the radiation density and population density N2 of upper level in relation to population density N1 of the lower level. അതായത് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി റേഡിയേഷൻ ഡെൻസിറ്റി കൂട്ടുക, അതുപോലെ തന്നെ അപ്പർ ലെവലിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി N2 എന്ന് പറയുന്നത് ലോവർ ലെവലിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി N1-നെക്കാട്ടിലും കൂടുതലായിരിക്കണം. അത് നമുക്കറിയാം, അപ്പർ ലെവലിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ മാത്രമേ അവിടുന്ന് കൂടുതൽ ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻസ് ലോവർ ലെവലിലേക്ക് നടക്കത്തുള്ളൂ, എന്നാലേ കൂടുതൽ ലൈറ്റ് ബീം എമിറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. To produce laser action, we must create a condition in which N2 greater than G2 by G1 into N1 even though E2 greater than E1. അതായത് ലേസർ ആക്ഷൻ നടക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് N2 ഗ്രേറ്റർ ദാൻ G2 ബൈ G1 ഇൻറ്റു N1. അതായത് N1-നെക്കാട്ടിലും കൂടുതലായിരിക്കണം N2 എന്ന് പറയുന്ന വാല്യൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലേസർ ആക്ഷൻസ് നടക്കത്തുള്ളൂ. അതായത് ലോവർ ലെവലിലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെക്കാട്ടിലും വളരെ കൂടുതലായിരിക്കണം അപ്പർ ലെവലിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി. സാധാരണ കേസിൽ ലോവർ ലെവലിലായിരിക്കും ഇലക്ട്രോൺസിൻ്റെ പോപ്പുലേഷൻ കൂടുതൽ, കാരണം അവിടെ ആയിരിക്കും എനർജി കുറവ്. പക്ഷേ ലേസർ ആക്ഷൻ നടക്കാൻ വേണ്ടി നമുക്ക് അപ്പർ ലെവലിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി വേണം കൂട്ടാൻ. അങ്ങനെ ലോവർ ലെവലിലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെക്കാട്ടിലും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അപ്പർ സ്റ്റേറ്റിൽ വരുന്ന ആ ഒരു കേസിൽ നമ്മൾ പറയും ആ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ സംഭവിച്ചു എന്ന് പറയാം. And if we are to create a population inversion, we must supply a large amount of energy to excite atoms into upper level E2. അതായത് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺസിനെ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് എനർജി തന്നെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇത്തരത്തിലുള്ള ലാർജ് എമൗണ്ട് ഓഫ് എനർജി കൊടുത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ പോപ്പുലേഷൻ കുറച്ച് അപ്പർ ലെവലിലേക്ക് കൂട്ടുകയാണ്. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പമ്പിങ് എന്ന്. അടുത്ത അറ്റൈൻമെൻറ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻവേർഷൻ. വൺ ഓഫ് ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ പമ്പിങ് ഈസ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. ദാറ്റ് ഈസ് ദ എനർജി ലെവൽസ് വിച്ച് വൺ ഹോപ്സ് ടു യൂസ് ഫോർ ലേസർ ആക്ഷൻ ആർ പമ്പ്ഡ് ബൈ ഇൻറ്റൻസ് ഇറേഡിയേഷൻ ഓഫ് ദ സിസ്റ്റം. അതായത് നമുക്ക് പമ്പിങ്ങിന് വേണ്ടി ഹൈ എനർജി കൊടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഏത് എനർജി ലെവലിലേക്കാണോ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിക്കേണ്ടത് ആ ഒരു എനർജിയുള്ള ലൈറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുത്ത് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നു. നമുക്കറിയാം, ഇലക്ട്രോൺസിന് ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഉണ്ട്. അതിൽ നമ്മൾ ഏതെങ്കിലും 2 എനർജി ലെവൽസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ 2 ലെവൽ സിസ്റ്റം എന്ന് പറയും. അതായത് ഒരു ലോവർ ലെവലും ഒരു അപ്പർ ലെവലും മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളെങ്കിൽ അതൊരു 2 ലെവൽ സിസ്റ്റമാണ്. ഫോർ എ 2 ലെവൽ സിസ്റ്റംസ് വൺസ് ആറ്റംസ് ആർ എക്സൈറ്റഡ് ഇൻ ടു അപ്പർ ലെവൽ ദ പ്രോബബിലിറ്റീസ് ഓഫ് ഫർദർ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ ഓർ എമിഷൻ ആർ ഈക്വൽ. അതായത് 2 ലെവൽ സിസ്റ്റത്തിൽ നമ്മൾ അപ്പർ ലെവലിലേക്ക് ആറ്റത്തെ എക്സൈറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷനും എമിഷനും നടക്കുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് കാരണം നമ്മൾ 2 ലെവൽ സിസ്റ്റത്തെക്കാട്ടിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് 3 ലെവൽ അല്ലെങ്കിൽ 4 എനർജി ലെവൽ സിസ്റ്റംസ് ആയിരിക്കും. അതായത് 3 ലെവൽ സിസ്റ്റത്തിൽ നമ്മൾ 3
എനർജി ലെവൽസ് കൺസിഡർ ചെയ്യും. അതുപോലെ ഫോർ എനർജി ലെവൽ സിസ്റ്റത്തിൽ 4 എനർജി ലെവൽസ് കൺസിഡർ ചെയ്യും. നമുക്ക് ഒരു 3 ലെവൽ സിസ്റ്റം നോക്കാം. ഇതാണ് ഒരു 3 ലെവൽ സിസ്റ്റത്തിൻ്റെ എനർജി ഡയഗ്രാം. ഇതിൽ 3 എനർജി സ്റ്റേറ്റ്സ് ആണുള്ളത്: E0, E1, E2. E0 എന്ന് പറയുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അവിടെ ആയിരിക്കും ഇലക്ട്രോൺസിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ E2 എന്ന് പറയുന്ന അപ്പർ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ എക്സൈറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് E2 സ്റ്റേറ്റിൽ എത്തിയ ഉടനെ തന്നെ അവിടുന്ന് E1ലേക്ക് നോൺ റേഡിയേറ്റീവായിട്ട് ട്രാൻസിഷൻസ് നടക്കും. അങ്ങനെ ഇപ്പം ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലെന്ന് പറയുന്നത് E1 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിലായിരിക്കും. അങ്ങനെ E1ഉം ഗ്രൗണ്ട് സ്റ്റേറ്റ് E0യും തമ്മിലാണ് ഇവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺസിനെ E2യിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. അവിടുന്ന് റാപ്പിഡ് ഡീക്കേ വഴി E1ലേക്ക് എത്തുന്നു. E1ഉം E0യും തമ്മിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് E2വിൽ നിന്ന് E1ലേക്കുള്ള ട്രാൻസിഷൻസ്, അതായത് നോൺ റേഡിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ E2 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ എപ്പോഴും വേക്കൻറ്റ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. പിന്നെ E1ൽ നിന്ന് E0യിലേക്കുള്ള ട്രാൻസിഷൻ, അതായത് ലേസർ ട്രാൻസിഷൻസ്, ആ ട്രാൻസിഷൻസ് വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. അത് കാരണം E1 എന്ന് പറയുന്നത് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ പയ്യെ നടക്കുന്ന ഈ E1ൽ നിന്ന് E0യിലേക്കുള്ള ട്രാൻസിഷൻസ് പയ്യെ നടക്കുന്നത് കാരണം E1ലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. അങ്ങനെ E1ഉം E0യും തമ്മിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻസ് നടക്കുന്നു. ഇനി നമുക്ക് ഒരു 4 ലെവൽ സിസ്റ്റത്തിൻ്റെ പോപ്പുലേഷൻ ഇൻവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഇതാണ് ഒരു 4 ലെവൽ സിസ്റ്റത്തിൻ്റെ എനർജി ഡയഗ്രാം. ഇവിടെ 4 എനർജി ലെവൽസ് ആണുള്ളത്: E0, E1, E2, E3. ഇവിടെ നമ്മൾ E0 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിനെ പമ്പ് ചെയ്യിച്ച് E3യിലേക്ക് എത്തിക്കുന്നു. E3യിലെത്തിയ ഇലക്ട്രോൺസ് നേരത്തെ പറഞ്ഞതുപോലെ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് നടത്തി E2 എന്ന് പറയുന്ന എനർജി ലെവലിൽ എത്തുന്നു. ഇവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് E2ഉം E1ഉം സ്റ്റേറ്റുകൾ തമ്മിലാണ്. അതായത് ഇപ്പം E2 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺസ് കൂടുതൽ വന്ന് അക്കമഡേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം E2 എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും E1 എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും E2 എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിരിക്കും E1 എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെക്കാളും കൂടുതൽ. അവിടെ അപ്പം പോപ്പുലേഷൻ ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ ലേസർ ട്രാൻസിഷൻസ് നടക്കുന്നു. അങ്ങനെ E1ലേക്ക് എത്തപ്പെടുന്ന ഇലക്ട്രോൺസ് നേരത്തെ പറഞ്ഞ പോലെ റാപ്പിഡ് ഡീക്കേ നടത്തി E0യിലേക്ക് എത്തുന്നു. ഒരു 3 ലെവൽ സിസ്റ്റത്തെക്കാട്ടിലും പവർ കുറവ് മതി നമുക്ക് ഒരു 4 ലെവൽ എനർജി സിസ്റ്റത്തിൽ. കാരണം 3 ലെവൽ സിസ്റ്റത്തിൽ ലേസർ ട്രാൻസിഷൻസ് എൻഡ് ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായത് കാരണം നമുക്ക് കൂടുതൽ പവർ വേണം. അതുപോലെ ഒരു 3 ലെവൽ സിസ്റ്റത്തിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കണമെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ പോപ്പുലേഷൻ്റെ പകുതിയിൽ കൂടുതൽ ഇലക്ട്രോൺസിനെ നമ്മൾ പമ്പ് ചെയ്യിച്ച് അപ്പർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ ഇവിടെ അത്രയും വേണ്ട. അത് കാരണം 4 ലെവൽ സിസ്റ്റത്തിലെ പവർ 3 ലെവൽ സിസ്റ്റത്തിനെക്കാളും കുറവ് മതി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻവേർഷൻ ആൻഡ് പമ്പിംഗ് ത്രഷോൾഡ് കണ്ടീഷൻസ് ആണ്. ഇതൊരു ഡെറിവേഷനാണ്. അതായത് ലേസർ ത്രഷോൾഡ് അറ്റൈൻ ചെയ്യാനുള്ള പോപ്പുലേഷൻ ഇൻവേർഷൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ പമ്പിംഗ് പവർ എത്രയാണ്, ലേസിംഗ് ത്രഷോൾഡിലുള്ള പമ്പിംഗ് പവറിൻ്റെ എക്സ്പ്രഷനുമാണ് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഹിയർ വി കാൽക്കുലേറ്റ് ദ പോപ്പുലേഷൻ ഇൻവേർഷൻ റിക്വയർഡ് ടു റീച്ച് ദ ലേസിംഗ് ത്രഷോൾഡ്. കൺസിഡർ ദ ഇക്വേഷൻ ഓഫ് സ്മോൾ ഗെയിൻ കോയിഫിഷ്യൻറ്റ്. അതായത് നമുക്കിവിടെ
ലേസിംഗ് ത്രഷോൾഡിലുള്ള പോപ്പുലേഷൻ ഇൻവേർഷൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ സ്മോൾ ഗെയിൻ കോയിഫിഷ്യൻ്റെ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ സ്മോൾ ഗെയിൻ കോയിഫിഷ്യൻ കെ ഓഫ് ന്യൂ എസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടതാണ്. ഇതിന് മുമ്പത്തെ സെമിനാറിൽ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കെ ഓഫ് ന്യൂ ഓഫ് എസ് is equal to n2 minus g2 by g1 n1 into b21 h nu s n g of nu s divided by c. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. അതിൽ നിന്ന് n2 മൈനസ് g2 by g1 ഇൻറ്റു n1 എന്ന് പറയുന്നത് k ഓഫ് ന്യൂ എസ് ഇൻറ്റു c ഡിവൈഡഡ് ബൈ b21 h ന്യൂ ഓഫ് എസ് n g ഓഫ് ന്യൂ എസ് കിട്ടുന്നു. ഇനി threshold condition, at threshold the small signal gain coefficient is given by threshold conditionൽ k of nu s എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് k of nu s which is equal to kth. ത്രഷോൾഡ് കണ്ടീഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് kth which is equal to ഗാമ പ്ലസ് 1/12 ഇൻറ്റു ലോൺ 1/r1 r2. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ത്രഷോൾഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉള്ളതാണ്. ത്രഷോൾഡ് കണ്ടീഷനിലുള്ള സ്മോൾ സിഗ്നൽ ഗെയിൻ കോയിഫിഷ്യൻറ്റിൻ്റെ എക്സ്പ്രഷനാണ് ഇക്വേഷൻ നമ്പർ 3. അപ്പം ത്രഷോൾഡ് കണ്ടീഷനിൽ ഇക്വേഷൻ 2ൽ നമുക്ക് കെ ഓഫ് ന്യൂ എസിന് പകരം ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് kth എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് n2 മൈനസ് g2 ബൈ g1 ഇൻറ്റു n1 വിച്ച് ഈസ് ഈക്വൽ ടു kth ഇൻറ്റു c ഡിവൈഡഡ് ബൈ b2 h ന്യൂ എസ് n g ഓഫ് ന്യൂ എസ് എന്ന് കിട്ടും. നമ്മൾ അടുത്തതായിട്ട് ഐൻസ്റ്റീൻസ് റിലേഷൻ എടുക്കുകയാണ്. ഐൻസ്റ്റീൻസ് റിലേഷനിൽ നിന്ന് b21ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് b21 ഇസ് ഈക്വൽ ടു c ക്യൂബ് ഇൻറ്റു a21 ഡിവൈഡഡ് ബൈ 8 h ന്യൂ ക്യൂബ് n ക്യൂബ് എന്ന് കിട്ടും. b21 a21 എന്ന് പറയുന്നത് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻസ് ആണ്. അതിൽ a21 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് a21 ഈസ് എ റെസിപ്രോക്കൽ ഓഫ് സ്പോണ്ടേനിയസ് റേഡിയേഷൻ ലൈഫ് ടൈം τ21 ഫ്രം ലെവൽ 2 ടു ലെവൽ 1. അതായത് a21 എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് റേഡിയേഷൻ ലൈഫ് ടൈം τ21 റെസിപ്രോക്കലായിരിക്കും. അതുതന്നെ a21 എന്ന് പറയുന്നത് 1/τ21 ആയിരിക്കും. ഇനി നമ്മൾ ഇക്വേഷൻ 5 ഇക്വേഷൻ 1 b21ൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ a21ന് 1/τ21 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇത് ത്രഷോൾഡ് കണ്ടീഷനാണ്. അപ്പം ത്രഷോൾഡ് കണ്ടീഷനിൽ n2 മൈനസ് g2 ബൈ g1 ഇൻറ്റു n1ന് പകരം നമുക്ക് nth എന്ന് കൊടുക്കാം. അതായത് ത്രഷോൾഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ nth എന്ന് പറയുന്നത് n2 മൈനസ് g2 ബൈ g1 ഇൻറ്റു n1 th വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ b21ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കിട്ടും 8 ഇൻറ്റു ന്യൂ എസ് സ്ക്വയർ kth τ21 n സ്ക്വയർ ഡിവൈഡഡ് ബൈ c സ്ക്വയർ ഇൻറ്റു g ഓഫ് ന്യൂ എസ് എന്ന് കിട്ടും. Note that the lacing threshold will be achieved when g of nu s is a maximum, that is when nu of s has the value nu0 corresponding to center of the natural line width. അതായത് ലേസിംഗ് ത്രഷോൾഡ് അറ്റൈൻ ചെയ്യണമെങ്കിൽ g of nu s എന്ന് പറയുന്നത് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കണം. അങ്ങനെ മാക്സിമം ആകാൻ വേണ്ടി ന്യൂ ഓഫ് എസിൻ്റെ വാല്യൂ നാച്ചുറൽ ലൈൻ വിഡ്ത്തിൻ്റെ സെൻറ്റർ ആ വാല്യൂ എത്തണം. അതാണ് nu0 എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ എസ് എന്ന് പറയുന്നത് nu0 എന്ന് പറയുന്ന വാല്യൂ ആകുമ്പോഴേക്കും g ഓഫ് ന്യൂ എസ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് g ഓഫ് ന്യൂ എസിന് പകരം റീപ്ലേസ് ചെയ്ത് 1/Δν എന്ന് കൊടുക്കാം. ഇക്വേഷൻ 6ൽ g ഓഫ് ന്യൂ എസിന് നമ്മൾ 1/Δν എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ഇക്വേഷൻ 7 കിട്ടും. nth ഇസ് ഈക്വൽ ടു 8π nu0 സ്ക്വയർ. ന്യൂ എസിന് പകരം നമ്മൾ nu0 എന്ന് കൊടുക്കുന്നു. nu0 സ്ക്വയർ kth τ21 ഇൻറ്റു Δν n സ്ക്വയർ ഡിവൈഡഡ് ബൈ c സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ വി നൗ കാൽക്കുലേറ്റ് ദ പമ്പിംഗ് പവർ റിക്വയർഡ് ടു റീച്ച് ത്രഷോൾഡ്. അത് ത്രഷോൾഡ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യാനുള്ള പമ്പിംഗ് പവറിൻ്റെ എക്സ്പ്രഷനിലേക്കാണ് നമ്മൾ പോകുന്നത്.
For this we must solve the rate equations for the particular system. അത് പമ്പിംഗ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ റേറ്റ് ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടി വരും. The rate equations describe the rate of change of populations of laser medium energy levels in terms of emission and absorption process and pump rate. അത് റേറ്റ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലെ നടക്കുന്ന എല്ലാ അബ്സോർപ്ഷൻ പ്രോസസ്സിൻ്റെ എമിഷൻ പ്രോസസ്സ് അതുപോലെ തന്നെ പമ്പ് റേറ്റ് എല്ലാം കൺസിഡർ ചെയ്ത് അതിൽ നിന്ന് റേറ്റ് ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ വി കൺസിഡർ ദ ഐഡിയൽ 4 level സിസ്റ്റം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു 4 level സിസ്റ്റം. 4 എനർജി ലെവൽസ് ഉണ്ട്, E0, E1, E2 ആൻഡ് E3. ഇവിടെ E0 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് E3യിലേക്ക് നമ്മൾ ഇലക്ട്രോൺസിനെ പമ്പ് ചെയ്യിക്കുന്നു. അങ്ങനെ ആ പമ്പിങ്ങിൻ്റെ റേറ്റാണ് R2. അതുപോലെ E0യിൽ നിന്ന് E1ലേക്കും പമ്പ് ചെയ്യിക്കുന്നുണ്ട്, ആ റേറ്റാണ് R1. ഇവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻസ് നടക്കുന്നത് E2ഉം E1 സ്റ്റേറ്റുകൾ തമ്മിലാണ്. അവിടെ നടക്കുന്ന അബ്സോർപ്ഷനും എമിഷൻസും എല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണം. അതിൽ N2 A21 എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ റേറ്റ് ആണ്. പിന്നെ N2 ρν B21 എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ട്രാൻസിഷൻ റേറ്റ് ഫ്രം ലെവൽ 2 ടു ലെവൽ 1 ആണ്. അതുപോലെ N1 ρν B12 എന്ന് പറയുന്നത് അപ്വേർഡ് ട്രാൻസിഷൻ റേറ്റ് ആണ്. പിന്നെ N1 A10 എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ട്രാൻസിഷൻ റേറ്റ് ഫ്രം ലെവൽ 1 ടു ലെവൽ 0 ആണ്. അപ്പം ഇതെല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ റേറ്റ് ഇക്വേഷൻസ് എഴുതാൻ പോകണം. We assume E1 very greater than KT, so the thermal population of level 1 is negligible. We also assume that the threshold population density NTH is very small compared with ground state population, so that during the lasing the latter is hardly affected. അതായത് നമ്മൾ ത്രെഷോൾഡ് കണ്ടീഷൻ ആകുന്നതിന് മുന്നേ NTH ത്രെഷോൾഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാട്ടിലും വളരെ കുറവായിരിക്കും. കാരണം ലേസിങ് ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞ് വേണം പോപ്പുലേഷൻ ഇൻവേർഷൻ കൂടാനായിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാട്ടിലും. Let R2 and R1 be the rates at which atoms are pumped into levels 2 and 1. അത് R2 and R1 എന്ന് പറയുന്നത് പമ്പിങ് റേറ്റ് ആണ്. Therefore we can write the rate equations for these levels as. ഇതിൽ നിന്ന് നമ്മൾ റേറ്റ് ഇക്വേഷൻസ് എഴുതാണ്. dN2 ഡിവൈഡഡ് ബൈ dt എന്ന് പറയുന്നത് R2 മൈനസ് N2 A21 മൈനസ് ρν B21 ഇൻറ്റു N2 മൈനസ് N1 ഇക്വേഷൻ 8 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ dN1 ബൈ dt എന്ന് പറയുന്നത് R1 പ്ലസ് ρν B21 ഇൻറ്റു N2 മൈനസ് N1 പ്ലസ് N2 A21 മൈനസ് N1 A10. അതിന് നമ്മൾ ഇക്വേഷൻ 9 എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ G1 ഇസ് ഈക്വൽ ടു G2, അതായത് ഡീജനറസി, അതായത് ലെവലിൻ്റെ രണ്ടിൻ്റെയും ഡീജനറസി സെയിം ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ B21ഉം B12ഉം ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. പ്രോസസ് R1 വിച്ച് പോപ്പുലേറ്റ്സ് ദ ലോവർ ലേസർ ലെവൽ 1 ഈസ് ഡിറ്റർമിനൻ്റൽ to laser action as it reduces the population inversion. Although such pumping is unavoidable, we shall ignore R1. അതായത് നമ്മൾ ഈ കേസിൽ R1 നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. R1 എന്ന് പറയുന്ന പമ്പിങ് അൺഅവോയ്ഡബിൾ ആണ്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇവിടെ R1നെ ഇഗ്നോർ ചെയ്യുന്നു. If we assume that system is being pumped at steady rate, then dN2 by dt which is equal to dN1 by dt which is equal to 0. അതായത് ഇവിടെ പമ്പിങ് സ്റ്റഡി റേറ്റിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ സ്റ്റഡി റേറ്റിലാണെങ്കിൽ dN2 by dt-യും dN1 by dt-യും 0 ആയിരിക്കും. അങ്ങനെ ഈ ഒരു കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്ത് ഇക്വേഷൻ 8ഉം ഇക്വേഷൻ 9ഉം സോൾവ് ചെയ്യുന്നു. അതിൽ നിന്ന് N2ഉം N1ൻ്റെയും വാല്യൂസ് കിട്ടുന്നു. അതായത് ഈ രണ്ട് ഇക്വേഷൻ 8ഉം ഇക്വേഷൻ 9ഉം നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുന്നു. RHS 0 ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് N2ൻ്റെ വാല്യൂസ്
n1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് n1 which is equal to r2 by a10. പിന്നെ n2 എന്ന് പറയുന്നത് r2 into 1 plus rho nu b21 divided by a10 into a21 plus rho nu into b21 raised to -1. ഇക്വേഷൻ നമ്പർ 11. അങ്ങനെ നമുക്ക് n1ൻ്റെ n2ൻ്റെ വാല്യൂ റേറ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നു. ഇനി n2 മൈനസ് n1 കാണുന്നു. n2 മൈനസ് n1 എന്ന് പറയുന്നത് r2 into 1 minus a21 by a10 divided by a21 plus rho nu into b21 എന്ന് കിട്ടുന്നു. We can see that unless a21 less than a10, the numerator will be negative and no population inversion takes place. നമുക്ക് ഇക്വേഷൻ 12 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൽ ന്യൂമറേറ്റർ 1 മൈനസ് a21 ബൈ a10, അതിൽ a21 എന്ന് പറയുന്ന വാല്യൂ a10യെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും. അത് a10 എന്ന് പറയുന്ന വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ മാത്രമേ ന്യൂമറേറ്റർ പോസിറ്റീവ് ആകത്തുള്ളൂ, അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എങ്കിലും ആകത്തുള്ളൂ. അങ്ങനെ ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പോപ്പുലേഷൻ ഇൻവേർഷൻ പോസിറ്റീവായിട്ട് നിൽക്കത്തുള്ളൂ. സപ്പോസ് ഇപ്പം a21 എന്ന് പറയുന്ന വാല്യൂ a10യെക്കാട്ടിലും കൂടുതലാണെങ്കിൽ എൻ്റെ ന്യൂമറേറ്റർ 1 മൈനസ് a21 ബൈ a10 എന്ന് പറയുന്നത് നെഗറ്റീവായി പോകും. അങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ നെഗറ്റീവ് ആകും. അപ്പം പോപ്പുലേഷൻ ഇൻവേർഷൻ അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് a21ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് a10യെക്കാട്ടിലും വളരെ കുറവായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ as the Einstein coefficients are the reciprocals of spontaneous lifetimes, the conditions a21 less than a10 is equivalent to τ10 less than τ21. അതായത് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻറ്റ് എ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ലൈഫ് ടൈംസ് റെസിപ്രോക്കൽ ആയത് കാരണം നമുക്ക് a21 ലെസ് ദാൻ a10ന് τ10 ലെസ് ദാൻ τ21 നമുക്ക് എഴുതാം. അതായത് അപ്പർ ലേസിംഗ് ലെവൽ ഹാസ് എ ലോങ്ങർ സ്പോണ്ടേനിയസ് എമിഷൻ ലൈഫ് ടൈം ദാൻ ലോവർ ലെവൽ. ഇൻ മോസ്റ്റ് ലേസസ് τ21 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ τ10 and 1 minus a21 by a10 is approximately equal to 1. മോസ്റ്റ് ലേസേഴ്സിലും τ21ൻ്റെ വാല്യൂ τ10യെക്കാട്ടിലും വളരെ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും ആ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ 1 മൈനസ് a21 ബൈ a10 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ത്രഷോൾഡ് കണ്ടീഷന് താഴെ റോ ന്യൂവിൻ്റെ വാല്യൂ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേഷൻ 12ലെ റോ ന്യൂവിൻ്റെ വാല്യൂ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള എക്സ്പ്രഷനാണ് ഇക്വേഷൻ 13 ആയിട്ട് എഴുതിയിരിക്കുന്നത്. n2 മൈനസ് n1 വിച്ച് ഇസ് ഈക്വൽ ടു r2 ഇൻറ്റു 1 മൈനസ് a21 ഡിവൈഡ് ബൈ a10 ഡിവൈഡ് ബൈ a21. ആ റോ ന്യൂവിൻ്റെ ആ ഒരു ടേം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. That is, there is a linear increase in population inversion with pumping rate but insufficient inversion to given amplification. അതായത് ത്രഷോൾഡിന് മുമ്പത്തെ കേസാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ 13 നോക്കി കഴിഞ്ഞാൽ അറിയാം, n21 മൈനസ് n1 അതെന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻവേർഷനാണ്. ആ വാല്യൂ r2ന് ലീനിയർലി പ്രൊപ്പോർഷനാണ്. അതായത് r2 കൂടുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ ഇൻവേർഷൻ കൂടും. At threshold, rho nu is still small and assuming G1 is equal to G2, the threshold population inversion in terms of threshold pump rate is given by. ത്രഷോൾഡ് കണ്ടീഷനിൽ റോ ന്യൂ എന്ന് പറയുന്നത് സ്മോൾ ആയത് കാരണം നമ്മൾ വീണ്ടും അത് ഇഗ്നോർ ചെയ്യുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ G1 is equal to G2 എന്ന് അസ്യൂം ചെയ്ത് നമ്മൾ ത്രഷോൾഡ് പമ്പ് റേറ്റിന് ഇക്വേഷൻ എഴുതുകയാണ്. n21 minus n1 of th which is equal to nth which is equal to rth into 1 minus a21 divided by a10 all divided by a21. അതായത് ഇക്വേഷൻ 13ൽ നമ്മൾ ത്രഷോൾഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. ത്രഷോൾഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും LHS n21 മൈനസ് n1 എന്ന് പറയുന്നത് അതിൻ്റെ ത്രഷോൾഡ് വാല്യൂ ആവും, അത് nth ആണ്. അതുപോലെ r2ൻ്റെ ത്രഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് rth ആവും. അതാണ് ഇക്വേഷൻ 14 ആയിട്ട് എഴുതിയിരിക്കുന്നത്.
ഇനി യൂസിങ് ദ അപ്രോക്സിമേഷൻ 1 മൈനസ് A21 ബൈ A10 ഓൾ ഡിവൈഡഡ് ബൈ A21, സോറി അതിലെ ന്യൂമറേറ്റർ 1 മൈനസ് A21 ബൈ A10 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പം ഇക്വേഷൻ 14 എന്ന് പറയുന്നത് NTH ഇസ് ഈക്വൽ ടു RTH ഡിവൈഡഡ് ബൈ A21 എന്ന് വരും. അതിൽ നിന്ന് RTHൻ്റെ വാല്യൂ ഇടുന്നു, RTH വിച്ച് ഇസ് ഈക്വൽ ടു NTH ഇൻറ്റു A21, അല്ലെങ്കിൽ A21 എന്ന് പറയുന്നത് നമുക്കറിയാം റെസിപ്രോക്കൽ ഓഫ് τ21 ആണ്. അതുകൊണ്ട് RTH ഇസ് ഈക്വൽ ടു NTH ഡിവൈഡഡ് ബൈ τ21. ഇതാണ് ത്രെഷോൾഡ് പമ്പിംഗ് റേറ്റ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ. ഈച്ച് ആറ്റം raised into the level 2 require an amount of energy E3, so the total pumping power per unit volume PT required at the threshold. അതായത് നമ്മളിനി ടോട്ടൽ പമ്പിംഗ് പവർ പെർ യൂണിറ്റ് വോളിയം PTHൻ്റെ ഇക്വേഷൻ ആയിരുന്നു PTH വിച്ച് ഇസ് ഈക്വൽ ടു E3 ഇൻറ്റു NTH ഡിവൈഡഡ് ബൈ τ21 എന്ന് വരും. We substitute for NTH from equation 7 to give നമ്മൾ ഇക്വേഷൻ 7ൽ നമ്മൾ NTHൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാല്യൂ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഈ വാല്യൂ നമ്മൾ PTHൻ്റെ ഇക്വേഷൻ 16ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനത്ത് PTH is equal to E3 into 8 by nu 0 square KTH into τ21 delta nu n square divided by τ21 c square എന്ന് കിട്ടും. അതായത് ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിലെയും τ21 ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ PTHൻ്റെ ഇക്വേഷൻ PTH is equal to E3 into 8 by nu 0 square KTH delta nu n square divided by c square എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 17 കൊടുത്തു. This is the point at which the gain due to the population inversion exactly equals the cavity losses. അതായത് ഈ ഒരു കണ്ടീഷനിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ക്യാവിറ്റി ലോസിനോട് ഈക്വൽ ആയിരിക്കും. ഫർദർ ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ഇൻവേർഷൻ വിത്ത് പമ്പിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ എ സ്റ്റഡി സ്റ്റേറ്റ് സിറ്റുവേഷൻ. അതായത് ഈ ഒരു ത്രെഷോൾഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പിന്നെ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കൂട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റഡി സ്റ്റേറ്റ് അല്ലാതായിപ്പോൾ. Since this would result in a rate of induced energy emission which exceeds losses. അതായത് പോപ്പുലേഷൻ ഇൻവേർഷൻ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഡ്യൂസ് എനർജി എമിഷൻ്റെ റേറ്റ് ലോസിനെക്കാട്ടിലും കൂടുതലാവും. അതുകൊണ്ട് ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ക്യാവിറ്റി വുഡ് ഇൻക്രീസ് വിത്ത് ടൈം ഇൻ വയലേഷൻ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് അസംഷൻ. അതായത് ക്യാവിറ്റിയിലെ ടോട്ടൽ എനർജി കൂടുകയും അതുവഴി സ്റ്റഡി സ്റ്റേറ്റ് അസംഷനിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ആ സ്റ്റഡി സ്റ്റേറ്റ് അസംഷനെ വയലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. This suggests that N2 minus G2 divided by G1 into N1 must remain equal to NTH regardless of the amount by which the threshold pump rate is exceeded. അതായത് ത്രെഷോൾഡ് പമ്പ് റേറ്റ് ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടിലും കൂടുന്തോറും പോപ്പുലേഷൻ ഇൻവേർഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടുകയല്ല, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അത് N2 മൈനസ് G21 ബൈ G1 ഇൻറ്റു N1 എന്ന് പറയുന്നത് NTH എന്ന് പറഞ്ഞ വാല്യൂ തന്നെ നിൽക്കും. Equation 12 shows this is possible providing rho nu into B21 is able to increase so that the equality NTH is equal to R2 into 1 minus A21 by A10 all divided by A21 plus rho nu into B21 is satisfied. Equation 12 തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് N2H which is equal to R2 into 1 minus A21 by A10 all divided by A21 plus rho nu into B21 എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. കമ്പൈനിങ് ദിസ് ഇക്വേഷൻ വിത്ത് ഇക്വേഷൻ 14 വി ഹാവ്, അതായത് ഈ ഇക്വേഷൻ 14 നമ്മൾ കമ്പൈൻ ചെയ്യാൻ നേരത്ത് നമുക്ക് RTH ഡിവൈഡഡ് ബൈ A21 എന്ന് പറയുന്നത് R2 ഡിവൈഡഡ് ബൈ A21 പ്ലസ് റോ ന്യൂ ഇൻറ്റു B21 എന്ന് കിട്ടും.
അതിൽ നിന്ന് റോ ന്യൂവിൻ്റെ വാല്യൂ റോ ന്യൂ ഇസ് ഈക്വൽ ടു A21 ഡിവൈഡഡ് ബൈ B21 ഇൻറ്റു R2/RTH മൈനസ് 1 എന്ന് കിട്ടും. അതായത് ഇക്വേഷൻ നമ്പർ 18 എന്ന് കിട്ടും. Since the power output W of the laser will directly proportional to the optical power density within the laser cavity and pump rate into level 2, R2 will be proportional to the pump power P delivered to the laser. അതായത് the power output W of the laser will be directly proportional to the optical power density. റോ ന്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും പവർ ഔട്ട്പുട്ട് W എന്ന് പറയുന്നത്. അത് കാരണം നമുക്ക് റോ ന്യൂവിന് പകരം W എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ പമ്പ് റേറ്റ് ഇൻറ്റു ലെവൽ 2 R2 എന്ന് പറയുന്നത് പമ്പ് പവർ Pക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ഇക്വേഷൻ 18-ലെ R2വിന് പകരം P എന്നും അതുപോലെ റോയ്ക്ക് പകരം W എന്നും നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മൾ ഇക്വേഷൻ 18-നെ റീറൈറ്റ് ചെയ്യാണ്. W ഇസ് ഈക്വൽ ടു W0 ഇൻറ്റു P ഡിവൈഡഡ് ബൈ PTH മൈനസ് 1. അത് W എന്ന് പറയുന്നത് ലേസർ പവറാണ്. W0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. P എന്ന് പറയുന്നത് പമ്പ് പവർ. PTH എന്ന് പറയുന്നത് പമ്പ് പവറിൻ്റെ ത്രെഷോൾഡ് വാല്യൂ. And thus, if the pump rate is increased above value PTH, the beam irradiance is expected to increase linearly with pump rate. അതായത് പമ്പ് റേറ്റ് നമ്മൾ PTH എന്ന ത്രെഷോൾഡ് വാല്യൂവിലും കൂട്ടുകയാണെങ്കിൽ ബീം ഇറേഡിയൻസ് എന്ന് പറയുന്നത് പമ്പ് റേറ്റിനനുസരിച്ച് ലീനിയർലി ഇൻക്രീസ് ചെയ്യും. അതായത് ത്രെഷോൾഡ് വാല്യൂവിൽ കൂടുതൽ പമ്പ് റേറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പമ്പ് റേറ്റിന് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ലീനിയർ ആയിട്ടുള്ള ഇൻക്രീസ് ആയിരിക്കും നമുക്കവിടെ ഉണ്ടാകുന്നത്. The plots of population inversion and laser output as a function of pump rate are of the form as shown below. അതായത് ഇതാണത്. പമ്പ് റേറ്റും പോപ്പുലേഷൻ ഇൻവേർഷനും അതുപോലെ പമ്പ് റേറ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവറാണ്. പമ്പ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് അതായത് RTH എന്ന് പറയുന്ന ആ ത്രെഷോൾഡ് വാല്യൂ എത്തുന്നത് വരെ പവർ 0 ആയിരിക്കും. ത്രെഷോൾഡ് വാല്യൂ കഴിഞ്ഞ് പമ്പ് റേറ്റ് കൂടുന്തോറും ലീനിയർ ആയിട്ടാണ് ഔട്ട്പുട്ട് പവർ ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഇൻവേർഷൻ അതും പമ്പ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ലീനിയർ ആയിട്ട് കൂടി വരും. പക്ഷേ ത്രെഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ RTH കഴിഞ്ഞാൽ പിന്നെ പോപ്പുലേഷൻ ഇൻവേർഷൻ കൂടത്തില്ല, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിലായിരിക്കും നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഇത്രയുള്ളൂ എൻ്റെ സെമിനാർ ടോപ്പിക്. താങ്ക് യു.